10 മണി ഈദ് മുബാറക്ക്. രാവിലെ ചായയും കുടിച്ച് ഞങ്ങൾ ഈദ്ഗാഹിലേക്ക് പോവുകയാണ്. രാവിലെ ഒരു 6:45 7 മണിക്കാണ് ഈദ്ഗാഹിൽ നിസ്കാരം തുടങ്ങുക. കൊടുവള്ളി KMO സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചാണ് ഈദ്ഗാഹ്. ഇവിടുന്ന് പാത്തൂസിങ്ങളെ വിഷ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടുത്തെ സൗണ്ട് കാരണം ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. നിസ്കാരം കഴിഞ്ഞ അൻസാർ നന്മണ്ട പ്രഭാഷകന്റെ അടിപൊളി പ്രസംഗം ഉണ്ടായിരുന്നു. ആരാധ്യനായ ഏകനായ അല്ലാഹുവിനെ, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ നേർച്ചകൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ സർവ്വ സുജൂദുകളും ആ സൃഷ്ടാവിന്റെ മുൻപിലാവണമെന്ന്. നിസ്കാരം പ്രസംഗം കഴിഞ്ഞ് നല്ല ചൂട് മൈസൂർ പാക്കും കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയത് അറബി മജ്ലിസിലേക്കാണ്. അവിടെ ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ചോറും വാങ്ങി പിന്നെ ഞങ്ങൾ പോയത് കാക്കയുടെ ഉമ്മച്ചും വായിച്ച് അന്തിയിറങ്ങുന്ന ഖബർസ്ഥാനിലേക്കാണ്. കൊടുവള്ളി കാട്ടുപള്ളിക്കയിലാണ് ഉമ്മച്ചും വായിച്ച് അന്തിയിറങ്ങുന്നത്. രണ്ടുപേരും അടുത്തടുത്തായിട്ടാണ് കിടക്കുന്നത്. 4 ദിവസത്തെ വ്യത്യാസത്തിനാണ് രണ്ടുപേരും മരിച്ചത്. ആ മരത്തിൻ്റെ ചുവട്ടിലാണ് ഉമ്മച്ചു വായിച്ചുള്ളത്. കാക്കയും അലിയും അനുവും അവിടെ നിന്നും പ്രാർത്ഥിച്ചു. ഞാനും മോളും കുറച്ച് വിട്ടു നിന്നും പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. നിസ്കാരം കഴിഞ്ഞ് വന്നാൽ ഫസ്റ്റ് മധുരം നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കണം. ഞാൻ ഉണ്ടാക്കിയത് കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡാണ്. രാവിലത്തെ വിശേഷം ഇത്രേ ഉള്ളൂ.